മുളക് ബജിയും ചമ്മന്തിയും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: 3 സ്പൂൺ കടലമാവിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി, നല്ല ഫൈൻ അരിപ്പൊടിയും കൂടെ ഇട്ട് അതിലേക്ക് 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഉപ്പ് ചേർത്ത്, പിന്നീട് മുളക് പൊടി അതൊരു 1/2 ടീസ്പൂൺ, പിന്നെ ഒരല്പം കായപ്പൊടി അതൊരു നുള്ള് 1/4 സ്പൂൺ വേണ്ട ഒരല്പം, പിന്നെ ബേക്കിംഗ് സോഡ കുറച്ച്, അതൊരു 1/4 സ്പൂൺ മതിയാകും. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ആ പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് പതുക്കെ കുറേച്ച് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാകുമ്പോൾ ആ മാവ് നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് ഇതാണ് മുളക് ബജി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ രണ്ടായി കീറി അതിനകത്തെ കുരു എടുത്ത് കളയാം. അതിലെ കുരു എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ മുളകെല്ലാം ആ മാവിനകത്തേക്കൊന്ന് ഇട്ട് വെക്കാം. എന്നിട്ടത് നന്നായി അതിൻ്റെ അകത്തും എല്ലാം നന്നായി ആ മാവ് പറ്റി പിടിക്കുന്ന പോലെ മുക്കിയെടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക്, നന്നായി തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇത് ഇടാവുന്നതാണ്. ഈ ബജി മുങ്ങിക്കിടക്കുന്നതാണ് അതിൻ്റെ പാകം. നമ്മളിപ്പോൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ അത്രയും എണ്ണ അങ്ങോട്ട് യൂസ് ചെയ്യാതെ 5 or 6 എണ്ണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ എണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് അത് വീർത്ത് വരും. ആ മാവ് മുങ്ങി അത് നന്നായിട്ടൊന്ന് വീർത്ത് വരും. ഒരുമാതിരി ചുവക്കെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അത് വെന്ത് കാണും. നമുക്കത് വാങ്ങി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കി ബജിയും ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ ഇതിനൊരു തൈര് ചമ്മന്തി നമുക്കുണ്ടാക്കാം. ഈ തൈര് ഒരു 1/4 കപ്പ് തൈരെടുത്ത് അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആയാലും നല്ലതാണ്, കളറ് കിട്ടും. അതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ബജി മുക്കി കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ നന്നായി ഒന്ന് തൈര് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബജിക്കുള്ള ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഇത് വിളമ്പാനുള്ള ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. നമ്മുടെ മുളക് ബജിയും ചമ്മന്തിയും റെഡിയായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.